ഉണ്ടായിരിക്കട്ടെ. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 11:4. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 11:4. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 11:4. യേശു പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി യോഹന്നാനെ അറിയിക്കുക. സാക്ഷ്യം പറയാനാണ് ഈശോ പറയണത് അല്ലേ? ആരോട് പറയാനാണ് പറയണത്? യോഹന്നാനോട് പറയാനാണ്. ഏത് യോഹന്നാനാ? യോഹന്നാൻ മാംദാന, സ്നാപക യോഹന്നാനോട് പറയാനാണ് പറയണത്. എന്തിനാണ് സ്നാപകനോട് സാക്ഷ്യം പറയണത്? നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി ആരറിയിക്കണം? ലോകം മുഴുവൻ അറിയിക്കാനല്ല പറഞ്ഞത്. ആര് പറയാനാണ്? യോഹന്നാനെ അറിയിക്കാൻ. യോഹന്നാൻ ആരാ? യോഹന്നാൻ യേശുവിനെ കുറിച്ച് സംശയമുള്ള ആളാണ്. അതാണ് പ്രശ്നം. സംശയമുള്ളവർക്ക് മരുന്ന് സാക്ഷ്യമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അതറിയണമെങ്കിൽ നിങ്ങൾ യോഹന്നാൻ്റെ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 11:1 തൊട്ട് വായിച്ചേ. 11:1 തൊട്ട്. യേശു 12 ശിഷ്യന്മാർക്കും നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷം അവരുടെ പട്ടണങ്ങളിൽ പഠിപ്പിക്കാനും പ്രസംഗിക്കാനുമായി അവിടെ നിന്ന് പുറപ്പെട്ടു. യോഹന്നാൻ കാരാഗൃഹത്തിൽ വച്ച് ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ട് ശിഷ്യന്മാരെ അയച്ച് അവനോട് ചോദിച്ചു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ? അതാണ് പ്രശ്നം. പിടിയാ, യേശു തന്നെയാണോ വരാനിരിക്കുന്നവൻ, രക്ഷകൻ, അതോ ഞങ്ങൾ വേറെ ആരെങ്കിലും? അത് സംശയമാണത്. അങ്ങയുടെ സംശയമാണ്. യേശുവിൽ സംശയമാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ സംശയം വരാൻ കാരണമുണ്ട്. കാര്യം യോഹന്നാൻ പറഞ്ഞത് എന്താ? യേശുവിനെക്കുറിച്ച് വിശുമുറ അവൻ്റെ കയ്യിലുണ്ടെന്നല്ലേ പറഞ്ഞത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, വിശുമുറ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 3:11. മത്തായി 3:11. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കും. പതിര് കെടാത്ത തീയിൽ കത്തിച്ചു കളയുകയും ചെയ്യും. കെടാത്ത തീ വന്ന കണ്ടില്ലേ? അതെന്താ സംഭവം? പതിരെവിടെ കത്തിച്ച് കളയണത്? നമ്മളൊക്കെ പതിര് കത്തിച്ച് കളയണത് എവിടെയാണ്? കെടുന്ന തീയിലാണ്. ഇതെന്താ? പതിര് കത്തിച്ച് കളയണത് എവിടെയാണ്? കെടാത്ത തീയിലാണ്. കെടാത്ത തീ എന്താ? ടേക്ക് ദ ബെഡ് ഓഫ് റെഫറൻസ്. കെടാത്ത തീ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അടുത്ത ഗാനം ആലപിക്കാം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മർക്കോസ് 9:48. മർക്കോസ് 9:48. പുഴു ചാകാത്തതും തീ കെടാത്തതുമായ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണോടുകൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. കെടാത്ത തീ. നമ്മൾ നേരത്തെ വായിച്ച മത്തായി ശ്ലീഹ 3-ാമത്തെ അധ്യായത്തിൽ കെടാത്ത തീ എന്താണ്? അതെന്താണ്? നരകമാണ്. മനസ്സിലായോ? അപ്പം പതിര് കെടാത്ത തീ ദഹിപ്പിച്ച് കളയുകയാണ്. ആരെയാണ് ഉദ്ദേശിക്കണത്? അതായത് ഇപ്പോൾ എന്നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സമൂഹത്തിൽ തിന്മപ്രവർത്തികൾ ചെയ്യുന്നവരെല്ലാവരും അവൻ വരുമ്പോൾ വിശുമുറം ഉണ്ടാവും, വീശിയിട്ട് പതിരും കതിരും തിരിക്കും, നല്ലവരെ കൂടെ ചേർത്തുകൊണ്ട് നടക്കും, കെട്ട ആൾക്കാരെ കത്തിച്ച് കളയും എന്നുള്ള ഒരു ഐഡിയയാണ് ഈശോയെക്കുറിച്ച് യോഹന്നാൻ ഉണ്ടായിരുന്നത്. യോഹന്നാൻ നോക്കുമ്പോൾ ഇപ്പോൾ എന്താ ചുങ്കക്കാരും വേശ്യകളുമൊക്കെ യേശുവിൻ്റെ കൂടെയുണ്ട്. അതാണ് പ്രശ്നം. പതിരെല്ലാം അകത്തും കതിര് പുറത്തുമായി. ഇതാ പുള്ളിക്കാരന് സംശയം തോന്നാൻ കാര്യം. നമുക്കും സംശയം പറഞ്ഞാൽ അങ്ങനെയാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് വിശ്വസിച്ച് ജീവിക്കുന്ന ആൾക്കാർക്കും അപകടങ്ങളും രോഗങ്ങളും സംഭവിക്കുന്നുണ്ട്, ഇല്ലേ? വിശ്വസിക്കാത്തവർക്ക് ചിലപ്പോൾ ഈ വിശ്വസിക്കുന്നവരൊക്കെ കൂടുതൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് സംശയം ഉണ്ടാവണത്.
ഇവിടുത്തെ മെയിൻ സബ്ജക്റ്റ് എന്താണ്? എന്തിനാണ് ആൾക്കാർ ദൈവത്തെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണത്? നമുക്ക് പൊല്ലാപ്പല്ലതും ഉണ്ടാക്കാതെ എങ്ങനെയെങ്കിലും കഴിഞ്ഞ് കൂടണം, അത്രേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. സന്ധ്യപ്രാർത്ഥന വരെ ചെല്ലണത് എന്തിനാണ്? നാളെ എഴുന്നേൽക്കുമ്പോൾ രാവിലെ നാട്ടിൽ കൂടി നടക്കുമ്പോൾ വല്ല പട്ടിയും കയറി കടിക്കരുത്. ഇന്ന് പ്രാർത്ഥിക്കാതെ കിടന്നാൽ നാളെ പാമ്പ് കടിക്കും. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ഭയങ്ങളാണ് ദൈവമായിട്ട് ഇങ്ങനെ ചില ആൾക്കാർ, എല്ലാവരും അല്ല കേട്ടോ, ചില ആൾക്കാരെ മുട്ടിച്ച് നിർത്തണത്. അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രഥമ ദൃഷ്ടിയെ കാണുന്നത് പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. അതാണ് ചില ആൾക്കാർ പറയണത്, ഞങ്ങളാരും പ്രാർത്ഥിക്കുക, ദൈവത്തോട് അടുക്കുമ്പോൾ പ്രശ്നങ്ങൾ കൂടുതലല്ലേ കേട്ടിരിക്കണം. ആരാണ്ട് ധ്യാന ഗുരുക്കന്മാരൊക്കെ പറഞ്ഞാടേ, അത് നേരാന്നുണ്ടെങ്കിൽ നമുക്കറിയത്തില്ല. ദൈവത്തോട് അടുക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവും, ഉള്ള പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകത്തുള്ളൂ. ഉള്ള പ്രശ്നങ്ങൾ അതിജീവിക്കാൻ കുരിശെടുത്തവൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു, അതിനാൽ നിങ്ങളും കീഴടക്കുമെന്ന് കൈയിട്ടിച്ച് കർത്താവിനെ സ്തുതിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് യേശുവിൻ്റെ കൂടെ ആ പാപിനിയായ സ്ത്രീയൊക്കെ വെറുതെ വിട്ടില്ലേ? ഇല്ലേ? പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നൊക്കെ പറഞ്ഞ് വെറുതെ വിട്ടില്ലേ? അപ്പോൾ ഈ പതിരെല്ലാം യേശുവിൻ്റെ കൂടെയായി. മത്തായി ശ്രീക ചുങ്കക്കാരനായിരുന്നു അല്ലേ, അയാളെ വിളിച്ച് കൂടെ നിർത്തി. അപ്പോൾ ഇതെല്ലാം ചെന്നിട്ട് യോഹന്നാൻ യാക്കോവും മറ്റേ ഈ മന്ദാനായ ശിഷ്യന്മാരായിരുന്നല്ല, യാക്കോബും യോഹന്നാനും നമ്മുടെ ശിക്ഷകനായ യോഹന്നാനും യാക്കോബ് ശ്രീകായും യോഹന്നാൻ മാന്താനുള്ള ശിഷ്യന്മാരാണ്. അപ്പോൾ യോഹന്നാൻ കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴേ ഇവർ കാണാൻ ചെന്ന് കാണും ഈ കക്ഷികൾ. കാര്യം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ കക്ഷികളുടെ വായിൽ നിന്നാണ് മോശം വർത്താനൊക്കെ വരണതേ. ആരുടെ? യോഹന്നാൻ്റെ വായിൽ നിന്ന്. യോഹന്നാൻ മാന്താനയിൽ നിന്നാണ് ഇവർ സുവിശേഷം പഠിച്ചത്. അത് ഇത്തിരി കടുത്ത സുവിശേഷമാണ്. അതുകൊണ്ടാണ് സമറിയക്കാരിയുടെ വഴിവിടാതിരുന്നപ്പോഴേ അവർ പറഞ്ഞു, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സമറിയക്കാർ ഇവരെ വഴിവിടാ, യോഹന്നാനെയും യാക്കോബിനെയും വഴിവിടാതിരുന്നപ്പോൾ കർത്താവിൻ്റെ അടുത്ത് അവർ രക്ഷിച്ചിട്ട് പറയും, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെ എന്ന്. കാര്യം ഇവർ പഠിച്ചതിരിക്കണം അതാണ്. ഇവരുടെ ഗുരു എന്ന് പറയുന്നത് സ്നാപയോഹന്നാനാണ്. സ്നാപയോഹന്നാൻ പറഞ്ഞിരിക്കണത് പതിര് കത്തിച്ച് കളയണമെന്നാണ് പറഞ്ഞിരിക്കണത്. അപ്പോൾ ഇവന്മാർ പതിരാണ്, ഇവന്മാരെ കത്തിക്കാൻ ഇവരെ കത്തിക്കാൻ ഞങ്ങൾക്ക് അനുവാദം തരാൻ പറയും. സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി. അപ്പോൾ ഈശോ പറയും, വാട്ട് സ്പിരിറ്റ് യു ഹാവ്, നിങ്ങൾക്ക് എന്ത് അരൂപിയാണുള്ളതെന്ന് നിങ്ങൾക്കറിയത്തില്ല. അപ്പോൾ മിക്കവാറും എൻ്റെ ഒരു കണക്ക് കൂട്ടലേ, ഈ അണ്ണന്മാരായിരിക്കും പോയി ആ സ്നാപയോഹന്നാനോട് പറഞ്ഞത്, നീ പറഞ്ഞ പോലെ വീശപ്പുറമൊന്നും ഒരു കുന്തോ അങ്ങയുടെ കയ്യിലില്ല, അങ്ങനെ പതിരൊക്കെ കൂടെ കൊണ്ട് നടക്കണം, വേസ്റ്റുകളുണ്ട്, ചുങ്കക്കാരും കൂടുതലുണ്ട്. അപ്പം ആപ്പടെ കൺഫ്യൂഷനാണെന്ന് പറഞ്ഞപ്പോൾ സ്നാപയോഹന്നാനും കൺഫ്യൂഷനായി യേശുവിലെ. അതാണ് സ്നാപയോഹന്നാൻ ചോദിക്കണത്, വരാനിരിക്കുന്ന ആൾ യഥാർത്ഥത്തിൽ നിൻ്റെ വീശുപുറമൊന്നും ഇല്ലല്ലോ, പതിരെല്ലാം നിൻ്റെ കൂടെ ഉണ്ട്, വേസ്റ്റുകൾ നിൻ്റെ കൂടെ ഉണ്ട്, ചുങ്കക്കാരൻ നിൻ്റെ കൂടെ ഉണ്ട്, നിൻ്റെ വിസ്മറമൊന്നും നിൻ്റെ കയ്യിലില്ല, പിന്നെ നീ എങ്ങനെയാണ് പതിര് കത്തിക്കണമില്ല, പതിരിനെ കൊണ്ടുനടക്കുകയാണ്, അപ്പോൾ കതിരിനെയൊക്കെ നീ പുറത്താക്കുകയാണ്, ഞങ്ങൾക്ക് എങ്ങനെ ഇത് വിശ്വസിക്കാൻ പറ്റും? അങ്ങനെ സ്നാപയോഹന്നാന് സംശയമായി. അങ്ങനെയാണ് ആ സംശയം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഈ യോഹന്നാൻ ശിഷ്യനും യാക്കോബ് ശ്രീകായും കൂടി ഉണ്ടാക്കിയതായിരിക്കും. കാര്യം അവരാണ് ഇവരുടെ ശിഷ്യൻ. ഇങ്ങനെയുടെ ശിഷ്യൻ റൈറ്റായിട്ടുള്ള ഡിസൈപ്പിൾസ് അവരാണ്. അവരെ ഇരുത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ കരുണയും വാത്സല്യവും സ്നേഹവും പാപികളോട് ചേർത്ത് പിടിക്കണം കണ്ടപ്പോൾ ആകപ്പാടെ യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും ഒക്കെ ഐസി അടിച്ചു പോയി. അങ്ങനെയാണ് ഇവർ പോയി കാരാഗൃഹത്തിൽ പോയി ജയിലിൽ പോയി കണ്ടിരിക്കുകയാണ്. സുവിശേഷത്തിലെ ഏറ്റവും ബെസ്റ്റ് ജയിൽ മിനിസ്ട്രിയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. പക്ഷേ സംഗതി പാരയായിപ്പോയി. കർത്താവിന് പാര വെക്കാൻ വേണ്ടി ജയിൽ മിനിസ്ട്രിയായി. എന്താ സംഭവിച്ചിരിക്കണേ? കർത്താവിന് യോഹന്നാന് സംശയം ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ യോഹന്നാൻ ഉടനെ വേറെ 2 പേരെ വിട്ടിട്ട് യേശുവിനോട് ചോദിക്കും. എന്താ ചോദിക്കണത്? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, അതായത് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 11:2-3. മത്തായി 11:2-3. യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ട് ശിഷ്യന്മാരെ അയച്ച് അവനോട് ചോദിച്ചു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ? എൻ്റെ മക്കളെ, ഇതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി. ഒരു മനുഷ്യൻ്റെ നിലപാട് തറയിലെ കാൽച്ചുവട്ടിൽ, ഒരു വിശ്വാസിയുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഊർത്തിക്കളയുന്ന ഒരു അടിയൊഴുക്കെന്ന് പറയുന്നത് സംശയമാണ്. എന്താണ്?
വേറെ ഒരു ആളെ ഞങ്ങളെ സമീപിക്കണമോ പ്രതീക്ഷിക്കണമോ? നിങ്ങളും ചെയ്യും. ഉടമ്പടി എടുത്തിട്ട് പിന്നെയും പോയി വേറെ എവിടെയെങ്കിലും പോയി നൊവേന കൂടും. ദാറ്റ് മീൻസ് യു ആർ നോട്ട് ബിലീവിങ് ഉടമ്പടി. അതാണ് വിഷയം. നിങ്ങൾ തന്നെ ഉടമ്പടി എടുത്തിട്ട് കറങ്ങിടക്കണ കറക്രിസ്ത്യാനിയില്ലേ, അവൻ്റെ കാര്യം പോക്കായിരിക്കും. അവൻ ഗതികിട്ട പ്രേതം പോലെ അലഞ്ഞ് നടക്കും. എന്താ കാര്യം എന്ന് വെച്ചാൽ അവൻ ദൈവത്തോട് ഉടമ്പടി എടുത്തിട്ട് വീണ്ടും നിങ്ങൾ ഉടമ്പടിയിലും ദൈവത്തിലും വിശ്വസിക്കാതെ അതിനേക്കാൾ വല്ലതും മെച്ചമായിട്ടുള്ള വേറെ വല്ലതും ഉണ്ടോ? ഇന്നാളൊരു മനുഷ്യൻ ഇവിടെ വന്ന് ചോദിച്ചു, ഉടമ്പടി വേറെ വല്ല പള്ളിയിലും ഉണ്ടായിരുന്നു. ഇവിടെ നിറച്ച ആളാണ്, ഇവിടെ തിരക്കാണ്, ഇവിടെ 3 മണിക്കൂർ നിൽക്കണം, 2 മണിക്കൂർ നിൽക്കാൻ പറ്റിയ വല്ല സംവിധാനം ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഈ കർക്കക്രിസ്ത്യാനി എപ്പോഴും ലൂപ്പ് സംശയമായിരിക്കും. ഈ സംശയമെന്ന് പറയണത് എന്താണ്? അത് ആദ്യം നിങ്ങൾ കറക്റ്റ് ചെയ്യണം. അത് നിങ്ങളുടെ കാഴ്ചപ്പെട്ടിൽ ഊർന്നു പോകുന്ന മണ്ണാണ് സംശയം. യോഹന്നാൻ സ്നാപകന് കർത്താവിനോട് സംശയം ഉണ്ടായി. സംശയമുള്ളവരെ ഇവിടെ കർത്താവ് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്, ഒരു മരുന്നുണ്ട്. എന്താണ്? നിങ്ങൾക്ക് സംശയമില്ലേ, എന്നിലല്ലേ സംശയം. അതുകൊണ്ട് നിങ്ങളൊരു പണി ചെയ്യണം. നിങ്ങൾ കാണുന്നത്, നിങ്ങൾ കേൾക്കുന്നത് പോയി യോഹന്നാനെ അറിയിക്കണം. എന്താണ് നിങ്ങൾ കാണുന്നത്? നിങ്ങൾ കാണുന്നത് എന്താണ്? അന്ധന്മാർ കാഴ്ച പ്രാപിക്കുന്നു. അന്ധന്മാർ കാഴ്ച ഏറ്റുപറഞ്ഞ അന്ധന്മാർ കാഴ്ച പ്രാപിക്കുന്നു. അന്ധന്മാർ കാഴ്ച പ്രാപിക്കുന്നു. മുടന്തന്മാർ നടക്കുന്നു. കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു. ബധിരർ കേൾക്കുന്നു. മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ഇത്രയും കാര്യമാണ് നിങ്ങൾ സംശയമുള്ള ആൾക്കാർക്ക് സാക്ഷ്യം വഹിക്കേണ്ടത്. മനസ്സിലായ? നിങ്ങൾ ആരെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്? ആരെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത്? ഒരു ഉടമ്പടി ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഉടമ്പടി എടുക്കുന്ന വിശ്വാസി. ഇപ്പോൾ ക്രിസ്ത്യാനി എന്ന് പറയാൻ പറ്റത്തില്ല, എല്ലാ ആൾക്കാരും ഉടമ്പടി എടുക്കുന്നുണ്ട്. അപ്പോഴേ ഉടമ്പടി എടുക്കുന്ന വിശ്വാസി ആദ്യം നിങ്ങൾ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ആദ്യം ടാർഗറ്റ് ചെയ്യണത് സംശയമുള്ള ആൾക്കാർ, ദൈവത്തിൽ സംശയമുള്ളവരെയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഇപ്പം തന്നെ അവൾ താനിയ പറഞ്ഞില്ലേ, ഞാൻ പത്രം വാങ്ങിക്കാത്തവരുടെ മേൽ കെട്ടിയേൽപ്പിക്കും. എന്താണ്? അവനിതിന് വിശ്വാസമില്ല. അവനെ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. ഇപ്പം എന്താ കാര്യം? ഇപ്പോഴേ ഈ അമ്മയില്ലേ, അവളുടെ ആരാണ്, എൽസി സണ്ണിയുടെ അമ്മയില്ലേ, അമ്മ എന്താ പറഞ്ഞത്? നീ ഇപ്പം BCom എന്ന് ചാടാൻ പോകുമല്ലേ മെഡിസിനിലേക്ക്, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യും. കാര്യം എന്താണ്? അപ്പോൾ ഇവളോർത്തത് ഇവളെ ശരിക്കും വഴക്ക് പറഞ്ഞ് മൂടിക്കുമെന്ന് വിചാരിച്ചത് അമ്മ. കാര്യം പണ്ട് പോലെ പറയണമല്ലേ അമ്മ ഒന്നും പറഞ്ഞില്ല. മകളെ, ഒരു കാര്യമുണ്ട്, നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരെന്ത് ഇൻ്റലിജൻ്റ് ലേഡിയാണ്, നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന BCom സെക്കൻഡ് ഇയർ അല്ലേ, അത് പൂർത്തിയാക്ക്. അത് പൂർത്തിയാക്കി കഴിയുമ്പോൾ ഞാൻ ഈശോയോട് വാങ്ങിച്ചു തരാൻ മെഡിസിൻ നിനക്ക്. അമ്മ എന്നാ അതായത് മക്കളെ വളർത്തുമ്പോൾ കുറഞ്ഞ പക്ഷേ ഇത്രയുമെങ്കിലും ആധ്യാത്മികത നിങ്ങളുടെ കയ്യിലുണ്ടാകണം, അല്ലെങ്കിൽ മക്കളെ വളർത്താൻ പറ്റത്തില്ല. നിങ്ങൾ മക്കളെ വളർത്തണം, എങ്ങനെയും പഠിപ്പിച്ച് വിദേശത്ത് വിട്ട് അവിടേക്ക് നിന്ന് $1 വാങ്ങിക്കാൻ വേണ്ടി മാത്രം മക്കളെ വളർത്തണം. അതിനേക്കാളത്തിൽ നിങ്ങൾ വല്ല ഇറച്ചിക്കൊഴി വളർത്തുകയാണല്ലത്. നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, ദൈവത്തെ കൊടുക്കാൻ കഴിവ് നിങ്ങൾ പ്രാർത്ഥിക്കണം. അമ്മമാരും അപ്പന്മാരും പ്രാർത്ഥിക്കണം. കർത്താവ് ഒന്ന് പ്രാർത്ഥിച്ച കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട്, കർത്താവേ എൻ്റെ മക്കൾക്ക് നിന്നെ പകർന്നു കൊടുക്കാൻ എനിക്ക് ഇന്ന് മുതലേ പ്രത്യേക അഭിഷേകം നൽകണം. പ്രത്യേക അഭിഷേകം നൽകണം. ശ്രുതികടെ ഹല്ലേലൂയ. എല്ലാ മാതാപിതാക്കളെയും അവരെ വിശ്വാസ കൈമാറ്റത്തിന്റെ ഉപകരണങ്ങളാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.